ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ് LNJP ആശുപത്രിയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു. അല്പസമയം മുമ്പാണ് സന്ദർശനം ആരംഭിച്ചത്. ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെയാണ് LNJP ആശുപത്രിയിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി കാണുന്നത്. സാന്ത്വന വാക്കുകൾ ഒക്കെ തന്നെ അറിയിക്കുന്നത്. നിരവധി പേർ ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ അടക്കം പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, എപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം? ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ ഉൾപ്പെടെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണല്ലേ? പ്രതീക്ഷ, അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ, അതായത് വിദേശ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് നേരെ പോയത് ഡൽഹിയിലെ LNJP ആശുപത്രിയിലാണ്. അവിടെയാണ് ഈ ചെങ്കോട്ടയിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ നിലവിൽ കഴിയുന്നത്. അവരുമായി ഏതാണ്ട് പ്രധാനമന്ത്രി അരമണിക്കൂറോളം സമയം ചെലവഴിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ കോൺവോയ് ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരമണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ LNJP ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ PMOയിലേക്ക് പോയിരിക്കുന്നത്. വൈകിട്ട് 5:30 രാജ്യം ഉറ്റുനോക്കുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഈ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഇതുവരെ ഉണ്ടായിരിക്കുന്ന, അതായത് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രിക്ക് മുമ്പാകെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്നത് NIA ആണ്. NIA DGയും ഇന്ന് ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു പുറമെ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അതായത് ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീറും അതുപോലെ ഹരിയാന, ഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീർ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അതായത് അവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഹരിയാനയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇവർ ചെങ്കോട്ടയിലും എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് വൈകിട്ട് 5:30 രാജ്യം ഉറ്റുനോക്കുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നത്. അതിനുശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രതീഷ്, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ ആശുപത്രി